പ്രിയപ്പെട്ട ലീന, ഇതേവരെ നിന്നെ വന്ന് കാണാൻ സാധിച്ചില്ല. എന്റെ അപ്പനമ്മമാരുടെ നിർബന്ധം കൊണ്ട് ഞാനൊരു കല്യാണത്തിന് സമ്മതിച്ചു. പെണ്ണിനെ കണ്ടു, എല്ലാം ഉറച്ചു. പക്ഷെ അന്നു മുതൽ എന്റെ മനസ്സിനൊരു വേദന, തലയ്ക്കൊരു മഹാഭാരം. ഞാൻ കിടപ്പിലായി. നിന്നെപ്പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു എന്റെ രോഗം. ആളുകൾ പറഞ്ഞു തുടങ്ങി എനിക്ക് കിറുക്കാണെന്ന്. ഈ വിവരം അറിഞ്ഞ പെൺവീട്ടുകാർ ഒരു ഭ്രാന്തന് പെണ്ണിനെ കെട്ടിക്കൊടുക്കയില്ല എന്ന് പറഞ്ഞു. എല്ലാം നമ്മുടെ യോഗം. അങ്ങനെ ആ കല്യാണം മുടങ്ങി. ഞാനിപ്പോൾ സുഖമായി ജോലിക്ക് പോകുന്നുണ്ട്. എത്രയും വേഗം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ഈ തുകയുമായി വന്ന് പശുവിനെ വാങ്ങിക്കൊള്ളാം. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് സ്നേഹമുള്ള ലോസേട്ടൻ. എത്ര നാളുകൊണ്ട് ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. കേട്ടോ ചേർത്തി, നാട്ടുകാരെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലീനാമയെ കെട്ടാൻ പോകുന്നെന്ന്. ഒരു രണ്ടാം കെട്ടുകാരന് ഒന്നുപോലെ വളർത്തി എന്റെ മോളെ കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. നീ മിണ്ടാതിരി. അതപ്പ കല്യാണം നടത്താനാണെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ പോലും 4 കാശില്ല. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അത് പാടില്ല. നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ പെണ്ണിനെ വിൽക്കാനോ? അങ്ങനെ നാണ്യതാകപ്പേരേട്ടൻ ചിന്തിക്കരുത്. ഞാൻ കെട്ടുന്ന പെണ്ണിന് വേണ്ടിയാ ഞാൻ ചിലവാക്കുന്നത്. ഇതാ 500 രൂപ ചേട്ടൻ പിടിച്ചാട്ടെ. അതപ്പ ഒന്നും പറയണ്ട, ചേട്ടൻ ഇത് വാങ്ങിച്ചാട്ടെ. അന്ന് എഴുതി വിറ്റ 15 സെന്റ് സ്ഥലം ഞാൻ ലീനാമയുടെ പേർക്ക് തിരിച്ചു നേടിക്കും. മോളെ, നിന്നെ താറാവുകാരൻ അന്തപ്പന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉറച്ചു. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലപ്പോ. പിന്നെ നിന്നെ തോന്നിയ പോലെ കുറ്റക്കെട്ടോടി. നാളെ പള്ളിയിൽ വെച്ച് കൂട്ടിച്ചോദ്യം പറഞ്ഞേക്കാം. എന്ത് ചോദ്യമാണെങ്കിലും എനിക്ക് വേണ്ട. ഞാൻ ഈ കുടിയനെ കെട്ടത്തുമില്ല. കുടിയൻ എങ്ങനെങ്കിലും ഈ ഭാരം ഒന്ന് ഒഴിച്ചു കളയാമെന്ന് വെച്ചപ്പോൾ അവർക്ക് പിടിക്കത്തില്ല പോലും. എന്നെ കൊന്നു കളഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അന്തപ്പ ഏതായാലും കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ല, 1-ാം ബിഎക്കാരി പെമ്പിള്ളേർ എന്റെ പിന്നാലെ നടക്കണമെന്ന് കെട്ടണമെന്നും പറഞ്ഞു. ചുമ്മാ പേടിപ്പിക്കാതെ. പേടിക്കേണ്ടത് ചേട്ടനാ. കണ്ടെന്ന ഒരുത്തൻ പശുവിനെ മേടിക്കാൻ വന്നതും രാത്രി ഇവിടെ കഴിഞ്ഞു കൂടിയതും ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. പശുവിനെ വാങ്ങിക്കാൻ വന്നാൽ എന്താടാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, 3 മാസം കഴിയുമ്പോഴറിയാം. ഒരു സത്യം പറഞ്ഞപ്പോ ചേട്ടൻ എന്തിനാ എന്നോട് കോപിക്കുന്നത്? പിന്നെ എന്നെ തല്ലിയത് മറ്റാരും അല്ലല്ലോ, ചേട്ടൻ തന്നെ ആണല്ലോ. ഇഷ്ടപ്രകാരം ചെയ്താൽ അതപ്പാ നില്ല, ഞാനിവിടെ വരാം. എന്താ? പേടിച്ചുപോയോ? ഇല്ല, ഞാൻ കുറച്ചുനേരം പരലോകത്തായിരുന്നു. എന്റെ കിസിന്റെ റിയാക്ഷൻ ആയിരിക്കും. ഏതായാലും കുഞ്ഞെ, ഈ സ്നേഹം ഡേഞ്ചറാണ്. ലവ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ്. ഈ മരണക്കളി നമുക്ക് വേണ്ട ഡിയർ. ഞാൻ ഡാഡിയോട് എല്ലാം തുറന്നു പറഞ്ഞു. അയ്യോ, ചതിച്ചോ കുഞ്ഞെ? ഇതറിഞ്ഞാൽ ഇന്ന് എന്നെ അദ്ദേഹം ഡിസ്മിസ് ചെയ്യും. അയ്യോ, കാര്യം കേൾക്കണം. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഡാഡിയോട് പറഞ്ഞു. അല്ല, ഇത് അദ്ദേഹം അറിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് അദ്ദേഹം. ബുദ്ധി ഉണ്ട് വിചാരിക്കണം. അപ്പന്മാരോട് പെർമിറ്റ് വാങ്ങിച്ചാണോ പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത്? ഡാഡി ഡാഡി, ഈ സാറിനോട് ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ വയ്യാന്ന് പറഞ്ഞു. അഹങ്കാരി, മാറ്റിയിട്ട് വേറെ ആളെടുക്കണം. അയ്യോ, എന്റെ പെണ്ണു കുഞ്ഞെ ചതിക്കില്ലേ? ഞാൻ എന്ത് വേണോ ഞാൻ ചെയ്തു തരാം. വിഷമിക്കണ്ട, ഇവളൊരു ബഹളക്കാരിയാ. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എന്റെ കുടുംബകാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ശരി മുതലാളി. നിങ്ങൾക്ക് 100 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് മുതലാളി. ഞാൻ നാളെ രാവിലെ ഒന്ന് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഒന്ന് വന്നേക്കാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ അപ്പൻ, അമ്മച്ചി, എന്റെ ഒരു പെങ്ങൾ. വിവാഹം? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. മോളെ, ജലദോഷമായിരിക്കും. എന്റെ മോനെ, നിന്റെ കല്യാണക്കാര്യത്തെ പറ്റി ഇനി ഞങ്ങൾ ഒരു അക്ഷരം ഉണ്ടത്തില്ല. ഒന്ന് ആലോചിച്ചതിന് എന്റെ മോനുണ്ടാ ഒരു എടാവൂടങ്ങ്. കർത്താവേ, അവിടുന്ന് തന്നെയാണ് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്.
നാടകക്കാരൻ തുമ്പിയാശാന്റെ മോനല്ലയോ പൗലോച്ചൻ. ഒരു പക്ഷേ ആ കല്യാണം പിടിക്കാത്തത് കൊണ്ട് ഭ്രാന്തായിട്ടങ്ങ് അഭിനയിച്ചത് അല്ലയോ പയ്യൻ. കൂടെ എന്ത് കുന്തമാട്ടെ, ഈ കല്യാണക്കാര്യത്തിന് ഞങ്ങൾ ഇടപെടത്തില്ല. പക്ഷെ മോനെ പൗലോസ്, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ഇളയ പെങ്ങളെ കെട്ടിച്ചയക്കണം. അതിന് നീ അപ്പനെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സ്ത്രീധനം കൊടുക്കുന്നതിന് നമ്മുടെ കയ്യിൽ അതിനാ പൗലോസിനോട് വരാൻ പറഞ്ഞത്. അല്ല, ഒന്നാം തരം പയ്യനാ കേട്ടോ. ഒരു 3000 രൂപയും അങ്ങനെ ഒരു പരുവത്തിൽ ഒരുക്കി വെച്ചിരിക്കുക. 3000 രൂപയോ? നീ മുതലാളിയോട് ആവശ്യം പറഞ്ഞാൽ അദ്ദേഹം തരും മോനെ. നിന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണെന്നല്ലയോ നീ പറഞ്ഞത്. എന്നാലും ഈ തുക കടം ചോദിച്ചാൽ മറ്റു പല കടപ്പാടും ഉണ്ടാകും. എന്ത് കടപ്പാടുണ്ടെങ്കിലും വേണ്ടില്ല, ഒരാഴ്ചക്കകം ഈ തുക കൊടുക്കണം. പിന്നെ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. മോനിമ്മയ്ക്കും പയ്യന് വളരെ പിടിച്ചു. പട്ടാളത്തിൽ നിന്ന് 10-200 രൂപ ശമ്പളമുള്ളതാ. നമ്മളെ തേടി വന്ന് ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലുണ്ടല്ലോ, ഇനി ഇതുപോലെ ഒരു ആലോചന പെങ്ങൾക്ക് വരികയോ കേട്ടോ പൗലോച്ച. നീ എന്താ മോനെ ഒരു മറുപടിയും പറയാത്തത്? ചേട്ടാ പൗലോസേ, നിന്റെ പെങ്ങളുടെ പ്രായത്തില് അയലോക്കത്തുണ്ടായ പെമ്പിള്ളരെ ഒക്കെ കെട്ടിച്ചയച്ചു. അവരൊക്കെ പെറ്റു. 5-6 കൊച്ചുങ്ങളുമായി. കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കുക, മോൻ വലിയ ഉദ്യോഗസ്ഥനായിട്ടും പെങ്ങളെ എന്താ കെട്ടിച്ചയക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന തോന്നിച്ചാം. പ്രായമായ പെണ്ണല്ലോ കുഞ്ഞെ. നമ്മുടെ ആ പുന്നമ്മൂടന്റെ മോക്ക് പറ്റിയതുപോലെ വല്ല അപകടവും പറ്റിയാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കണോ കുഞ്ഞെ? അവൾ എന്റെ പെങ്ങളാണ്. ചേട്ടൻ വന്നാട്ടെ. ഓഹോ, എന്നാലും എന്റെ മോളെ പറ്റി ആ ലോനാപ്പിച്ചേട്ടൻ പേര് ദൂഷം പറയാമോ? ഓ, നീ വലിയ കൊച്ചുവർത്താകൊന്നും പറയണ്ട. ഞാൻ പണ്ട് നാടകത്തിലായിരുന്നപ്പോ നീ അല്ലയോ കയ്യാലൊക്കെ വന്നിരുന്ന് കണ്ണു കാണിച്ചെന്നെ വിളിച്ചതും കൈമുട്ടി വിളിച്ചതും മറ്റു പലതും കാണിച്ച് എന്നെ കറക്കി എടുത്തത്. അതിൽ പൊക്കി നോക്കിയില്ലേ പറയാമേ? ഇല്ലാത്തത് പറയരുത്. നിങ്ങളല്ലേ ചേട്ട പൊളിച്ചു വന്ന് എന്നെ കൈയിട്ട് മാന്തിയത്. അറിയാമേ, അതൊന്നും ആരുടെയും കുറ്റമല്ല. അതൊക്കെ പ്രായത്തിന്റെ വിശേഷമാണ്. പ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ മറ്റോ വേല നടക്കും. ഇതാണ് എന്റെ വേദന നിറഞ്ഞ കഥ. എന്റെ ഈ സങ്കടം ഞാൻ ആരോട് പറയും? ആദ്യമേ മനസ്സിനെ നേരെ നിർത്തണം. പിന്നെ മുതലാളിയുടെ മോളെ കെട്ടാമെന്നും പറയണം. അപ്പൊ എന്നെ സ്നേഹിച്ച ആ പാവപ്പെട്ട പെൺകുട്ടി, അവളുടെ ജീവിതം നശിച്ചത് ഞാൻ ആ പണം എടുത്തതുകൊണ്ടല്ലേ? ആ പണം അങ്ങ് തിരിച്ചു കൊടുത്താൽ നിന്റെ കടമ തീർന്നു. ആ കുഞ്ഞേ, ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ചാ നീ ലക്ഷപ്രഭുവാകും. അതറിയാഞ്ഞിട്ടല്ല ചേട്ടാ. ആ പെൺകുട്ടിയും സ്നേഹമുള്ളവളാണ്. അതുമാത്രം, നിന്റെ പെങ്ങക്ക് 10,000-5,000 സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാം തരം ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. എന്റെ മനസാക്ഷി മനസാക്ഷി. പട്ടിണി കിടക്കുന്ന നിന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായി കഴിയുന്നതിലും വലുതാണോ നിന്റെ മനസാക്ഷി? എന്റെ സുഖവും മനസാക്ഷിയും ബലി കഴിച്ചാലും ശരി, എന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായിട്ട് ജീവിച്ചാൽ മതി. എന്നാ അതാ കർത്താവിന്റെ നിശ്ചയോന്ന് കരുതിക്കോ. വാ.